സർ, ഇവിടെ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവസാനം ശ്രീ മഞ്ഞളാംകുഴി അലി അടക്കം സൂചിപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ടാണ് സർ. നമ്മുടെ നാട് വളരെ മുന്നോട്ട് പോയി എന്നുള്ളൊരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഞങ്ങൾ നന്നായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും, അത് വേറെ. പക്ഷേ ആ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമപ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയപ്പെട്ടത് എന്ന് സ്ഥാപിക്കാൻ നിൽക്കുന്ന രീതി, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ സാർ. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധനവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഒരു പഴയ മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ ഏത് ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലൂന്നിയ വികസന കാഴ്ചപ്പാടിനെയാണ് സാധാരണ ഊന്നൽ കൊടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ ബഡ്ജറ്റ് അത് സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന ഒന്നാണ് എന്ന് പറയേണ്ടി വരികയാണ് സർ. ഇവിടെ നേരത്തെ പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ സമയക്കുറവ് കൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ വക്താക്കളായ കോൺഗ്രസ് ആ നയങ്ങൾ സൃഷ്ടിച്ച വിവരണാതീതമായ ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിച്ചില്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സാർ ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ വിശദമായി അത് സൂചിപ്പിക്കുകയുണ്ടായി. സ്വകാര്യവൽക്കരണത്തിൻ്റെ വഴിയാണ് UDF സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നുമാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാധ്യതയാണെന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നുള്ള രീതിയിലാണ് പൊതുമേഖലയോടുള്ള സമീപനം കാണുന്നത്. എന്നുമാത്രമല്ല സാർ, ആദരണീയനായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇവിടെ ഇത് പറയുന്നത്. അദ്ദേഹം എക്കാലവും പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സാർ സ്വീകരിച്ചത്. പൊതുമേഖലയാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് ഉള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് നമുക്ക് രാജ്യമൊട്ടാകെ കാണുമായിരുന്നില്ലേ. അതിനെ മുഴുവൻ തകർത്തുകൊണ്ട് അത് മുഴുവൻ സ്വകാര്യവൽക്കരിച്ച് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കിയതിലൂടെയാണ് രാജ്യം ഇന്ന് കാണുന്ന BJPയുടെ കയ്യിലേക്ക് എത്തിയത്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സാർ. ഇവിടെ പറഞ്ഞ സപ്ലൈകോ പോലും ഈ നിലയിൽ തുടരേണ്ടതില്ല എന്നാണ് ധവളപത്രത്തിലും കാണുന്നത്, ബഡ്ജറ്റിലും കാണുന്നത്. ബഡ്ജറ്റ് രസകരമായ ഒരു കാര്യം സാർ, ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ 80-ാം പേജിലാണ് ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നത്. ആ ഭക്ഷ്യവകുപ്പിൽ 80-ാം പേജിൽ പറയുന്നതിൽ ഒറ്റ വരിയാണ് സാർ ആ ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നത്. ഭക്ഷ്യവകുപ്പിനെക്കുറിച്ച് പറയുന്നതിൽ സപ്ലൈകോയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക നേടിയെടുക്കുവാൻ നടപടിയെടുക്കുമെന്നാണ്. ഒരു മന്ത്രി, പാവം അനൂപ് ജേക്കബ്, അവിടെ ഇരിക്കുകയാണ്. ആ മന്ത്രിയുടെ ആവശ്യമുണ്ടോ സാർ ഇതിനു വേണ്ടി? ഈ പൈസ നേടിയെടുക്കുക മാത്രമാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വവും ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു വർഷത്തെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റിനകത്ത് പറയുമ്പോൾ എന്താണ് സാർ പൊതുമേഖലയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, ധാരണയും സങ്കല്പവും? ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചും ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുമുള്ളത് ഓരോ പദ്ധതികൾ പിൻവലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലൈഫ് പിൻവലിച്ചു, 5 ലക്ഷം കുടുംബങ്ങളുടെ ആശ്വാസം പകർന്നതാണ്. അതുപോലെ കുടുംബശ്രീയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര വിഹിതം നേടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള അത് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന തുകയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്ന് മാത്രമല്ല, പല പദ്ധതികളും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള പദ്ധതികളുടെ പേരുമാറ്റമാണ്. ആ പേരുമാറ്റം നമുക്കിതിൽ കാണാൻ കഴിയും. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവനം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഫലപ്രദമായി ഈ കേരളത്തിൽ മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആ പദ്ധതി, പുനർഗ്രഹം പദ്ധതിയിലൂടെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് വീട് കൊടുത്തതാണ്. അപ്പം ആ പദ്ധതികളുടെ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സാർവത്രികമായ പെൻഷൻ എന്നുള്ള സങ്കല്പമാണ് കേരളം സ്വീകരിച്ചത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഇപ്പം പെൻഷൻ്റെ വാർദ്ധക്യമായിട്ടുള്ള ആളുകളുടെ വയോജന വകുപ്പ് രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ വയോജനങ്ങൾക്ക്, അത്തരം ആളുകൾക്ക് വേണ്ടി 2000 രൂപയാണ് പെൻഷൻ ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 2000-ൽ ഒരു പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല സാർ. ആ 2000 രൂപ എന്നുള്ളത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആ ജനവിഭാഗത്തോട് കൂറ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിന് തയ്യാറാകാതെ അവരെയും വാഗ്ദാനം നൽകി പറ്റിച്ച ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് സാർ നമ്മുടെ സർക്കാർ ജീവനക്കാരെ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി NGO അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചത് ഞാൻ TV കാണുകയുണ്ടായി.
എന്തൊരു ആവേശകരമായ കയ്യടിയായിരുന്നു. ആ കയ്യടി വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗം നിർത്തിയിട്ട് എടുത്തു പറഞ്ഞത് വിസ്മയം കാണാൻ കഴിയുമെന്നാണ്. സാർ, സർക്കാർ ജീവനക്കാർക്കുള്ള വിസ്മയം എന്താണ് സാർ ഈ ബഡ്ജറ്റിലുള്ളത്? അവരുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല. അവരുടെ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് ഒരു ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനകത്ത് വിസ്മയം സൃഷ്ടിച്ച ഓരോ മേഖലകളെ എടുത്തു നോക്കിയാൽ അതെല്ലാം തന്നെ പുറകോട്ടടി നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ബഡ്ജറ്റിൽ പറയുന്നത്. സാർ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും തുടർന്ന് 69 സഖാവ് അച്യുതമേനോൻ ഗവൺമെൻറ് നടപ്പാക്കിയ ഭൂപരിഷ്കരണം പാവപ്പെട്ട കുടിയിരിപ്പുകാരൻ്റെയും കൈവശ കൃഷിക്കാരൻ്റെയും ഭൂരഹിത കർഷകനെയും സഹായിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് സാർ അന്ന് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി അതിലൂടെ ഭൂമി ഉറപ്പാക്കാൻ കഴിഞ്ഞത്. എന്നുമാത്രമല്ല, തുടർന്നു വന്ന ഗവൺമെൻറ്റുകൾ ഭൂമിയില്ലാത്തവന് ഭൂമി നൽകാൻ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അതിലൂടെ ആലോചിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ എന്താ? ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവസാനം ശ്രീ മഞ്ഞളാംകുഴിയും പറഞ്ഞ് സൂചിപ്പിച്ചത് ഇവിടെ ഉള്ള ഭൂമി വൻകിട കുത്തകകളുടെ കയ്യിലെത്തിക്കാനുള്ള അതിന് വേഗത കൂട്ടുന്ന നടപടിയിലേക്ക് ഭൂപരിഷ്കരണ നിയമം രണ്ടാം നിയമം നടപ്പാക്കാൻ പോകുന്നതാണ്. അതല്ലേ നടക്കാൻ പോകുന്നത്? അത് നമ്മുടെ നാടിനെ സാമാന്യ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു പദ്ധതിയാണോ? അപ്പോൾ ഇത് മാത്രമല്ല സാർ, കേരളത്തിൻ്റെ തീരം പൂർണ്ണമായി കോർപ്പറേറ്റ് ശക്തികൾക്ക് തീരെഴുതുന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന ഈ ബഡ്ജറ്റിനകത്ത് കാണുന്നത്. നമ്മുടെ തീരപ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമെന്താ? ഇവിടെ തന്നെ രാവിലെ ശ്രദ്ധ ക്ഷണിക്കലുമായി ബന്ധപ്പെട്ടുള്ള സബ്മിഷൻ്റെ ചർച്ചയിലും വന്ന ഒരു വിഷയമാണ് സാർ. നമ്മുടെ തീരപ്രദേശത്തെ ജനത ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തീരശോഷണവും കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ വിഷയങ്ങളിൽ അതിന് പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതിക്ക് പകരം നമ്മുടെ നാടിൻ്റെ തീരപ്രദേശം കൂടെ സ്വകാര്യ കക്ഷികളുടെ കൈകളിൽ, മുതലാളിമാരുടെ കയ്യിൽ എത്തിക്കുക. ഇവിടെ സൂചിപ്പിച്ചല്ലോ, BJPയുടെ ബ്ലൂ ഇക്കണോമിക് പോളിസിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ആ BJPയുടെ ബ്ലൂ ഇക്കണോമിക് പോളിസി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ ഒളിവിരിക്കുന്ന വിഷയമായി നമ്മൾ കാണുന്നത്. സാർ, ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയിലെ ഇപ്പോഴും കരിമണലുമായി ബന്ധപ്പെട്ട വിഷയം. കരിമണൽ ഉൾപ്പെടെയുള്ള ധാതുസമ്പത്ത് സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം നയങ്ങളെ ശക്തമായി എതിർക്കേണ്ടതാണ് ഈ കേരളത്തിൻ്റെ പൊതു താല്പര്യമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഈ വിഷയത്തിൽ കേരളത്തെ പുറകോട്ട് നയിക്കുന്ന ബഡ്ജറ്റാണ് സാർ ഇത്. ക്ഷേമ പദ്ധതികളെ എല്ലാം കൈയൊഴിയുന്ന ഈ ബഡ്ജറ്റ് സ്വകാര്യ മൂലധന ശക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സാറേ. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ ശക്തിയായി എതിർക്കുകയാണ്. എന്നുമാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കാർഷിക മേഖലയിൽ, കൃഷിക്കാരുമായി ബന്ധപ്പെട്ട മേഖലയിൽ റബ്ബർ കൃഷിക്കാർക്ക് കുറച്ചൊരാശ്വാസം പകരുന്ന തരത്തിൽ 250 രൂപയാക്കിയിട്ടുണ്ട് റബ്ബറിൻ്റെ വില. അത് മാർക്കറ്റിലെ 270 നിൽക്കുമ്പോഴാണ് 250 ആക്കിയത്. ശരി. എന്നാൽ കേരളത്തിലെ നെൽകൃഷിക്കാരൻ്റെ കാര്യമെന്താ? ഈ സഭയിൽ കഴിഞ്ഞ 5 വർഷവും എല്ലാ സഭാ സമ്മേളനങ്ങളിലും നെൽകൃഷിക്കാരൻ്റെ അതിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള ആവശ്യമല്ലേ ഉയർന്നത്? ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് 1 രൂപയുടെ വർധനവിനെക്കുറിച്ച് പറയുന്നുണ്ടോ? എത്രയോ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട MLA-മാർ ഭരണപക്ഷത്തിരിപ്പുണ്ട്. അപ്പോൾ കൃഷിക്കാരനെ നട്ടലൊടിയുന്ന, കൃഷിക്കാരനെ സഹായിക്കാത്ത, ആ സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകർഷകന് 1 രൂപ വർദ്ധിപ്പിക്കാത്ത നിലപാടിനെ ശക്തിയായി ഞാൻ എതിർക്കുകയാണ് സാർ. അതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, 2 വർഷത്തിനകം ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തിനകം കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി ലോക മാരിടൈം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുമെന്നാണ്. സാർ, എന്ത് അത്ഭുത വിദ്യയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെന്ന് നമുക്കറിയില്ല. 2 വർഷം കൊണ്ട് വിഴിഞ്ഞം പദ്ധതി തുടങ്ങി അത് ഒരു ഘട്ടം പൂർത്തിയാക്കി 2ാം ഘട്ടം പൂർത്തിയാക്കാനുള്ള ആ നടപടിക്ക് വേണ്ടി എത്ര വർഷമാണ് സാർ എടുത്തത്? ഇതുപോലുള്ള മോഹനമായിട്ടുള്ള, ആളുകളെ ആകർഷിക്കുന്ന അത്തരം വാഗ്ദാനങ്ങൾ നടത്തി വിസ്മയം സൃഷ്ടിക്കുമെന്ന് പറയുന്നതല്ലാതെ യാഥാർത്ഥ്യവുമായും ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ നിന്നെല്ലാം ഈ ഗവൺമെൻറ് പിന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ ശക്തിയായി എതിർക്കുകയാണ് സാർ.